തക്കാളി രസം പരിപ്പ് ചേർക്കാതെ വളരെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ചീനച്ചട്ടിയിൽ ഇപ്പോൾ 1 ടീസ്പൂൺ 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം താളിപ്പ് ചേർക്കണ്ടെന്നുള്ളവർക്ക് ഏറ്റവും അവസാനം ശകലം നെയ്യിൽ ഇതുപോലെ കടുക് പൊട്ടിച്ച് ചേർക്കാം. ഇതിപ്പോൾ ഒരുമിച്ചാണ് ചേർത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കഴിയുമ്പം അതിലേക്ക് കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ വെച്ച് ചേർത്തിട്ടുണ്ട്. പൊടികളൊന്ന് മൂത്ത് ഇളക്കി വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി തക്കാളിയിൽ നിന്നും എണ്ണ തെളിയുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് സൈഡിലെ എണ്ണ തെളിഞ്ഞ് വരുമ്പം അതിലേക്ക് ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് നമുക്ക് ഒഴിക്കാവുന്നതാണ്. എത്രത്തോളം പുളിവെള്ളം ചേർക്കണോ അതനുസരിച്ച് ആവശ്യമുള്ള അനുസരിച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് പുളി പിഴിഞ്ഞ് എടുക്കുക. പുളിവെള്ളം ഒഴിച്ച് നല്ലോണം തിളച്ച് ഇതുപോലെ ഒന്ന് വറ്റി കിട്ടണം. അതിനുശേഷം സ്വാദിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് ഒരു 3 ടീസ്പൂൺ ഞാനിപ്പോൾ വീട്ടിൽ തയ്യാറാക്കിയ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത്. ഈ സാമ്പാർ പൊടിയിൽ കുരുമുളകും ജീരകവും ഇല്ല, അതുകൊണ്ട് ഏറ്റവും അവസാനം അത് ചേർക്കുന്നുണ്ട്. കൂടെ അരിഞ്ഞു വച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പം അതിലേക്ക് 1/2 ടീസ്പൂൺ വറുത്ത ജീരകപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇഷ്ടമുള്ളവർക്ക് 1 ടീസ്പൂൺ ശർക്കരയും കൂടെ ചേർക്കാം. ഈ രീതിയിൽ പരിപ്പ് ചേർക്കാതെ നമുക്ക് വളരെ എളുപ്പം തന്നെ രസം തയ്യാറാക്കിയെടുക്കാം. അവസാനം ഇഷ്ടമുള്ളവർക്ക് നെയ്യിൽ കടുകും കൂടെ താളിച്ച് ചേർക്കാവുന്നതാണ്.